ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ കലാശ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. മത്സരത്തിന് മുന്നോടിയായുള്ള ഫോട്ടോഷൂട്ടിൽ നിന്ന് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പിന്മാറി. ഇതാദ്യമായാണ് ഏഷ്യാ കപ്പ് ഫൈനലിൽ ഇരു ടീമുകളും നേർക്കുനേർ വരുന്നത്. 8 മണിക്ക് ദുബായിലാണ് മത്സരം. ജയേഷ് പൂക്കോട്ടൂർ ചേരുന്നു സ്പോർട്സ് റിപ്പോർട്ടറിൽ നിന്ന്. ജയേഷ് പൂക്കോട്ടൂർ, ഗുഡ് ഈവനിംഗ്. ആര് ജയിക്കുമെന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവചനാതീതം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തൽക്കാലം അവരെ ഒന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ ജയിക്കണമെന്നതിൽ കുറഞ്ഞ നമുക്കൊരാഗ്രഹവും ഇല്ലല്ലോ അല്ലേ? ഉറപ്പായിട്ടും ഇന്ത്യ ജയിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. നിലവിലെ ഫോം വെച്ച് അത്തരത്തിലൊരു പ്രവചനത്തിന് മുതിരുന്നവരെയും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും ക്രിക്കറ്റാണ്, 2020 ക്രിക്കറ്റാണ്. ഒരൊറ്റ താരം ഫോമിലായാൽ മതി, ആ മത്സര ബലം തന്നെ മാറി മറിയും. സമീപകാല പ്രകടനത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് വലിയ മുൻതൂക്കമുള്ളത്. നമുക്കറിയാം, ഈ ഏഷ്യാ കപ്പിൽ തന്നെ 6 മത്സരവും വിജയിച്ചുകൊണ്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് തിരിക്കുന്നത്. മറുവശത്ത് പാകിസ്ഥാനിലേക്ക് നോക്കുമ്പോൾ പാകിസ്ഥാൻ 6-ൽ 4 മത്സരമാണ് വിജയിച്ചത്, 2 മത്സരം തോറ്റു. ആ 2 മത്സരവും ഇന്ത്യക്കെതിരെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. മാത്രമല്ല, സൂര്യകുമാർ യാദവ്, ഇന്ത്യൻ നായകൻ, വലിയ രീതിയിൽ പാകിസ്ഥാൻ ഞങ്ങൾക്ക് എതിരാളികളല്ല, ചിരവൈരികൾ എന്നുള്ള പ്രയോഗം നിങ്ങൾ അവസാനിപ്പിക്കണം എന്നതടക്കം മാധ്യമപ്രവർത്തകരോട് ഒരു പ്രസ് കോൺഫറൻസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ അപമാനഭാരവുമായിട്ടാണ് പാകിസ്ഥാൻ വരുന്നത്. മാത്രമല്ല, ഇന്ത്യക്കെതിരായ 2 തോൽവികളും പാകിസ്ഥാന് മുന്നിലുണ്ട്. 2 ആഴ്ചത്തെ ഇടവേളകളിലാണ് ഈ 2 തോൽവിയും എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. ഒപ്പം തന്നെ പതിവിന് വിപരീതമായി കളിക്കളത്തിലേക്ക് വിവാദങ്ങൾ പടർന്ന ഒരു ടൂർണമെന്റ് കൂടിയായിരുന്നു ഇത്തവണത്തെ ഏഷ്യാ കപ്പ്. പഹൽഗാമിനും ഓപ്പറേഷൻ സിന്ദൂറിനും ഒക്കെ ശേഷം നടന്ന മത്സരമായതുകൊണ്ട് ഹസ്തദാന വിവാദം, അതിനുശേഷം താരങ്ങളുടെ പ്രകോപനപരമായ ആംഗ്യങ്ങൾ, അതിന് ICC പിഴശിക്ഷ അടക്കം വിധിക്കേണ്ടി വന്ന തരത്തിലാണ് ഈ ഒരു ഫൈനൽ നടക്കുന്നത് എന്നുള്ള ശ്രദ്ധേയം തന്നെയാണ്. ഫൈനലിന് തൊട്ടു മുന്നോടിയായി നടന്ന ജയേഷ് പൂക്കോട്ടൂരാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഫൈനൽ മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം. 8 മണിക്കാണ് കളി തുടങ്ങുക.